ഹലോ വ്യൂവേഴ്സ്, ബ്ലെൻഡർ ടോക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ പാതിരാത്രി നമ്മുടെ സൗബിൻ ഷാഗിർ, സണ്ണി വെയിൻ, നവ്യ നായർ, അങ്ങനെ ഒരുപാട് ആനഗസ്റ്റിൻ ഒക്കെ അഭിനയിക്കുന്ന പുതിയ സിനിമയുടെ ഒഫീഷ്യൽ ടീസർ റിലീസായിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരമാണ് അത് റിലീസായത്. അത്യാവശ്യം നല്ല അഭിപ്രായങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പുഴുവിന് ശേഷം ഈ സിനിമ രതീന ഡയറക്റ്റ് ചെയ്യുന്ന ഈ സിനിമ പുഴുവിന് ശേഷം വരുന്നൊരു സിനിമ കൂടിയാണ്. പുഴു നമുക്കെല്ലാവർക്കും അറിയാം. അത്യാവശ്യം വളരെ നല്ല അഭിപ്രായങ്ങൾ നേടിയ, ബോക്സ് ഓഫീസിൽ എത്രത്തോളം വിജയം ഉണ്ടാക്കാൻ പറ്റിയെന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷെ അത്യാവശ്യം നല്ല റെക്കഗ്നൈസേഷൻ ഒക്കെ കിട്ടിയ ഒരു മൂവിയായിരുന്നു ഈ പുഴു എന്ന് പറയുന്നത്. മമ്മൂക്ക നായകനായിട്ട് അഭിനയിച്ച മമ്മൂക്കയുടെ അന്യായ പെർഫോമൻസ് ആയിരുന്നു സിനിമയിൽ ഉണ്ടായിരുന്നത്. റൈറ്റർ ഈ സിനിമയുടെ പാതിരാത്രി ഈ സിനിമയുടെ റൈറ്റർ വന്ന് ഷാജി മാറാടാണ്. ഇതുപോലെ ഇതിൽ അഭിനയിക്കുന്നതൊക്കെ പുതിയ ആൾക്കാരും പഴയ ആൾക്കാരും ഒക്കെ ആയിട്ട് ഒരുപാട് സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഈ പാതിരാത്രി എന്ന സിനിമയുടെ ടീസർ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾ പരസ്പരം ഒരുപാട് സ്നേഹിച്ചവരല്ലേ, പിന്നെന്തു പറ്റി? എല്ലാത്തിനും പോലെ പ്രേമത്തിനും വയസ്സുണ്ടെന്നേ. നമ്മളൊരാളെ പരിചയപ്പെടുന്നു, അയാളുമായി ഇഷ്ടത്തിലാവുന്നു, കുറച്ചുകാലം പ്രേമിക്കുന്നു, അങ്ങനെ 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 അത് അവസാനിക്കുന്നു. ഒരു മനോഹരമായി പൂ മുട്ടിട്ട് വിടർന്ന് അത് വാടി. പുഴു ഡയറക്ടർ രതീന. രണ്ടുപേരും പോലീസാണോ കേട്ടാ? ത്രില്ലർ. യെസ്. പാതിരാത്രി. കൊള്ളാം. ഏകദേശം ഒരു 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 ത്രില്ലർ മൂഡൊക്കെ പിടിച്ചിട്ടുണ്ട്. എന്താണെന്ന് അറിഞ്ഞുകൂടാ, വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല. പക്ഷെ ഈ സംവിധായകയുടെ സിനിമ വെച്ചിട്ടാണെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടാവുമെന്ന് വിശ്വസിക്കാം. കാരണം പുഴു അത്യാവശ്യം മമ്മൂട്ടിയുടെ അസാമാന്യ പെർഫോമൻസ് ആയിരുന്നു. അത്യാവശ്യം നല്ല കഥയായിരുന്നു. പക്ഷെ കുറച്ച് കൊമേഴ്ഷ്യൽ എലമെന്റുകൾ കുറവായിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ട് ഈ പുഴു എന്ന് പറഞ്ഞ സിനിമയിൽ. പക്ഷെ ഈ പാതിരാത്രിയിലോട്ട് വരുമ്പോൾ അത്യാവശ്യം കൊള്ളാമെന്ന് തോന്നുന്ന ട്രെയിലർ കണ്ട്. സൗബിൻ ഷാഗിർ, സണ്ണി വെയിൻ, അതുപോലെ ആനഗസ്റ്റിൻ, ഈ പറയുന്ന നവ്യ നായരൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ട് അഭിനയിക്കുന്നത്. അടുത്ത മാസം റിലീസാണ്. ഈ മാസം റിലീസാണ്. അപ്പം ഈ പറഞ്ഞ പോലെ നമുക്ക് വൻ പ്രതീക്ഷകൾ ഒന്നും വെക്കണം ഞാൻ പറയുന്നില്ല. എന്നാലും ആ ഡയറക്ടറെ ഒരു പേര് വെച്ചിട്ട് അത്യാവശ്യം നല്ല ഒരു മൂവി ആയിരിക്കാനാണ് സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവരുടെ ആ ഒരു പാറ്റേൺ ഉണ്ട്, സിനിമ എടുക്കുന്ന ഒരു പാറ്റേൺ ഒക്കെ. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്താണ് അവരുടെ സിനിമ ഒരു പാറ്റേൺ ഓഫ് സ്റ്റൈൽ എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് ആ ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ആ ഡയറക്ടറിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നതെന്ന്. അപ്പോൾ അവരുടെ ഒരു മേക്കിംഗ് ഓഫ് ക്വാളിറ്റി വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം മോശമില്ലാത്ത ഒരു സിനിമ തന്നെ പ്രതീക്ഷിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും സിനിമ ഇറങ്ങിയ ശേഷം നമുക്ക് കാണാം എന്താ സംഭവിക്കാൻ പറ്റുന്നത്. പക്ഷെ ഇതിൽ അത്യാവശ്യം ഒരു ആക്ടിങ് സ്കില്ല് കാണിക്കാനുള്ള ഒരു സിനിമ എന്ന് എനിക്ക് തോന്നുന്നു. പുഴുവിലും അങ്ങനെയായിരുന്നു. മമ്മൂക്കയുടെ ആണെങ്കിലും മമ്മൂക്കയുടെ മകളുടെ ആണെങ്കിലും പിന്നെ ഈ പാർവതി ധ്രുവത്തിൻ്റെ ഒക്കെ ആണെങ്കിലും ആക്ടിങ് വൈസ് അവർക്ക് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ പെർഫോം കാണിക്കാനുള്ള ഒരു സിനിമ കൂടിയായിരുന്നു പുഴു എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാതിരാത്രിയിലോട്ട് വരുമ്പോഴും ഈ പറയുന്ന സൗബിൻ്റെയും ഈ പറയുന്ന പോലെ നവ്യ നായരുടെ ഒക്കെ ഒരു ആക്ടിങ് സ്കില്ല് പുറത്തെടുക്കാൻ പറ്റിയ ഒരു സ്ക്രിപ്റ്റ് ആയിരിക്കും ഈ സിനിമയിലുള്ളതെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ തന്നെ നവ്യ നായരുടെ തിരിച്ചുവരവിന് ശേഷമുള്ള ഒരു സിനിമ സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല നല്ല സിനിമകളാണ്, നല്ല കഥയുള്ള സിനിമകളൊക്കെയാണ് സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നവ്യ നായർ വെറുതെ ഒരു സിനിമയ്ക്ക് കൈ കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്യാവശ്യം നല്ല സിനിമയ്ക്ക് വേണ്ടിയായിരിക്കും അവരും ട്രൈ ചെയ്യുക. ഈ തിരിച്ചുവരവ് ഗംഭീരമാക്കാനായിരിക്കും അവർ ഉദ്ദേശിക്കുക. അതുകൊണ്ട് തന്നെ മിക്കവാറും അവരെ ഈ സ്റ്റോറി എക്സൈറ്റഡ് ആക്കിയിട്ടുണ്ടായിരിക്കും. ഈ രതീന എന്ന ഡയറക്ടറുടെ ഈ ക്വാളിറ്റി ഓഫ് മേക്കിംഗ് ഉണ്ടല്ലോ, ആ ഒരു സിനിമയുടെ സ്റ്റൈൽ, അവർ അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതി, അതൊക്കെ അവർക്ക് താല്പര്യം ഉണ്ടായിട്ടായിരിക്കും തീർച്ചയായിട്ടും അവരുമായിട്ട് കൈ കൊടുത്തത്. കാരണം മറ്റ് സിനിമകൾ, നോർമൽ വലിച്ചുപോയ സിനിമകളൊന്നും നവ്യ നായർ ചെയ്യുന്നില്ല. ഒരുപാട് സിനിമകൾ അനൗൺസും ചെയ്യുന്നില്ല, ഒരുപാട് സിനിമകൾ അഭിനയിക്കുന്നുമില്ല, ഗസ്റ്റ് അപ്പിയറൻസ് പോലും ഒരു സിനിമയിൽ കാണിക്കുന്നില്ല. അങ്ങനെ അവർ സിനിമകൾ വാരിക്കോരി ചെയ്യുന്നില്ല. അപ്പോൾ അവർ നല്ല സിനിമകൾ നോക്കിയാണ്, അവർക്ക് അഭിനയ പ്രാധാന്യമുള്ള സിനിമകൾ നോക്കി, നല്ല സ്റ്റോറി നോക്കിയാണ് അവർ ചൂസ് ചെയ്യുന്ന സിനിമകൾ. അപ്പോൾ എന്തായാലും ഈ സിനിമയും അത്യാവശ്യം നല്ലൊരു രീതിയിൽ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ടീസർ കണ്ടിട്ട് അത്യാവശ്യം എന്തൊക്കെയോ സസ്പെൻസ് ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് സിനിമ ഇറങ്ങുന്നവരെ വെയിറ്റ് ചെയ്യാം.